നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖബർ എന്ന ഒരു വാക്ക് പോലും കേൾക്കുന്നത് വെപ്രാളമായിരുന്നു. ഖബറിനെ കുറിച്ച് കേട്ടാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഭ്രാന്തനാകുന്നതും വെപ്രാളപ്പെടുന്നതും ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ബർറാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, പ്രവാചകനും അനുയായികളും കൂടി ഒരിടത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കവേ അങ്ങകലെ ആൾക്കൂട്ടം നിൽക്കുന്നത് കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്താണ് അവിടെ? അവിടെ ഒരു ജനാസ സംസ്കരിക്കുന്ന ചടങ്ങിലായിരുന്നു ആ ആളുകളൊക്കെ സംബന്ധിച്ചത്. അപ്പോൾ ജനാസ സംസ്കരിക്കുക അഥവാ ഭൂമുഖത്ത് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത കാലാവധി കഴിഞ്ഞ് ഒരു മനുഷ്യൻ എന്നേക്കുമുള്ള യാത്ര പുറപ്പെട്ട് അവന്റെ 6 അടി മണ്ണിലേക്ക് തിരിച്ചെത്തുന്ന ആ രംഗമാണ് എന്ന് കേട്ടപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഖാക്കളെ പിന്നിലാക്കിക്കൊണ്ട് വളരെ വേഗം നടന്നു പോവുകയും ഖബറിനടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണ്ണ് നനയുവോളം കരഞ്ഞു എന്നും സ്വഹീഹായ ഹദീസുകളിൽ കാണുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണുകളിൽ നിന്ന് ആ നിലക്കൊരു ഖബർ എന്ന് കേൾക്കുമ്പോൾ, ഒരു ജനാസ കാണുമ്പോൾ, ഒരു മരണത്തിൽ പങ്കെടുക്കുമ്പോൾ തൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും ഉറ്റവരും ഉടയവരും തങ്ങളോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ആ കണ്ണുനീരിൻ്റെയൊക്കെ ആഴവും വ്യാപ്തിയും എത്രയാണ്, എത്ര കാലം അതിൻ്റെയൊക്കെ പ്രയാസം നമ്മുടെ മനസ്സുകളിൽ തങ്ങി നിൽക്കാറുണ്ട് എന്ന് സ്വന്തം മനസ്സാക്ഷികളോട് ചോദിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ആധുനിക പശ്ചാത്തലത്തിൽ ഒരു ഉറുമ്പിനെ കൊല്ലുന്ന നിലവാരം പോലും മനുഷ്യ ജീവന് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരവസ്ഥാവിശേഷമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ആ കൈത്തിരിനാളം ഇസ്ലാമിന്റെ പ്രഭയും പ്രകാശവുമായിക്കൊണ്ട് മാനവ സമൂഹത്തെ നന്മയിലേക്ക് അനയിക്കാനും സ്വർഗത്തിലേക്ക് എത്തിക്കാനും വന്ന മഹാനായ പ്രവാചകൻ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഈ മരണത്തെയും പരലോകത്തെയും ഖബറിനെയും ഒക്കെ ഓർത്ത് കരയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ പല ആളുകളും, ഇവിടെ എത്രക്കാരുണ്ടാവൂല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, പക്ഷെ പല ആളുകളും ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു പരലോകമൊക്കെ ഉണ്ടാവുമോ? ഖബറിലൊക്കെ ഒരു ജീവിതം ഉണ്ടാവുമോ? ഖബറിലൊക്കെ ഒരു ശിക്ഷ ഉണ്ടാവുമോ? അതിൻ്റെയൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത് ടീച്ചറെ ഈ കാലഘട്ടത്തിൽ? എന്ത് മനുഷ്യരൊക്കെ എത്ര കാലം ജീവിക്കുന്നു, അത് സുഖസുന്ദരമായി അടിച്ചു പൊളിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നതിനപ്പുറം ഒരു ജീവിതമോ എന്ന് ചോദിക്കുന്നവരോട് പോലും വിശുദ്ധ ഖുർആൻ തന്നെ മറുപടി കൊടുക്കുന്ന പല രംഗങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അയഹ്സബുൽ ഇൻസാനു അല്ലം യറഹു അഹദ്. ഈ മനുഷ്യൻ വിചാരിച്ചോ ഇവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും ചെയ്തികളും ഒന്നും പടച്ച തമ്പുരാൻ കാണുന്നില്ലെന്ന്? ഈ മനുഷ്യന് നാം 2 കണ്ണുകൾ, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഈ മനുഷ്യന് നാം 2 കണ്ണുകളും 1 ചുണ്ടും 2 ചുണ്ടുകളും 1 നാവും 2 വ്യക്തമായ പാതകളും നിർണയിച്ചു കൊടുത്തത് മരണാനന്തര ജീവിതത്തിൽ ഈ മനുഷ്യൻ ഈ 2 വ്യക്തമായ വഴികളിൽ നിന്ന് ഏറ്റവും ചൊവ്വായ നേരായ ഋജുവായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് പടച്ച തമ്പുരാന്റെ സംതൃപ്തി നേടുവാനല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നല്ല, മരണാനന്തരം ഒരു ജീവിതം ഉണ്ടാവുക എന്നത് കഷ്ടമല്ലേ എന്ന് ചിന്തിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ലോകത്തേക്ക് കടന്നു വന്ന ആ കാലഘട്ടത്തിലെ അനുയായികളാകുന്ന പ്രവാചകന്റെ സഹാബാ കിറാമയോട് ആ നാട്ടുകാർ ചോദിച്ചിരുന്നു, മരണാനന്തരം ഒരു ജീവിതമോ? അഇദാ കുന്നാ ഇളാമൻ നഖിറ അഇന്നാ ലമബ്ഉസൂൻ. ഞങ്ങളുടെ എല്ലുകൾ നുരുമ്പിപ്പോയി, മണ്ണിനോട് ഞങ്ങളുടെ ശരീരം ചേർന്ന് അത് ചിതലരിച്ച് പുഴുവരിച്ച് പോയി, അത് കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും പുനർജനിപ്പിക്കപ്പെടും എന്നാണോ നിങ്ങൾ പറയുന്നത്? അതും മനുഷ്യനായിട്ട്. വിശുദ്ധ ഖുർആൻ അതിന് ചോദിക്കുന്ന മറ്റൊരു മറുപടി അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ തന്നെ വളരെ ചെറിയ അധ്യായങ്ങളിൽ അതിനുള്ള വ്യക്തമായ മറുപടിയുണ്ട്. അഅന്തും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹ. നിങ്ങളെ സൃഷ്ടിക്കലാണോ എനിക്ക് പാട്, അതോ ഈ 7 ആകാശങ്ങളെ ഇത്രയും സുന്ദരമായി ഈ വലിയ ഘടനാവിശേഷത്തോടു കൂടി നിലനിർത്തലായിരുന്നുവോ എനിക്ക് പ്രശ്നം? ബനാഹ, എന്നിട്ട് പോലും 7 ആകാശങ്ങളെ തട്ടുകളായി നൂറ്റാണ്ടുകളായി നിങ്ങൾക്കുമീതെ ഒരു മേലാപ്പ് പോലെ, ഒരു പന്തൽ പോലെ നിങ്ങൾക്കുമീതെ വിരിച്ചിട്ട ഈ പടച്ച തമ്പുരാന് നിങ്ങളെ ഈ കോലത്തിൽ ഇനിയും സൃഷ്ടിക്കാൻ പ്രയാസമില്ലെന്ന് പറയുകയും മാത്രമല്ല, ഐഹിക ജീവിതത്തിലെ
നിങ്ങളുടെ കർമ്മങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ നീതിപൂർണമായ പ്രതിഫലം നൽകുവാൻ ഈ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്നും മാത്രമല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകളെ മുഫ്സിദീങ്ങളായ, നാശകാരികളായ, കുഴപ്പകാരികളായ, തെമ്മാടികളായ ആളുകളെ പോലെ തന്നെ മരണാനന്തരം ആർക്കും ഒരു വ്യത്യാസവുമില്ലാതെ മാറ്റുകയോ എന്ന് ചോദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ സൂക്തം നമ്മെ എത്രത്തോളം ചിന്തിപ്പിക്കേണ്ടതാണ്. മന്നരായ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കുട്ടികളും ചിന്തിക്കുക. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ത് എന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിചാരമുള്ള ആളുകൾക്ക് പോലും പരലോക ജീവിതവും അവിടെ എൻ്റെ കണക്കുകൾ ബോധിപ്പിക്കണമെന്ന ചിന്തയും അവരെ അലട്ടുന്നില്ല എന്നതാണ്. ഏതൊക്കെ നിലയിലാണ് ഇവിടെ പണം സമ്പാദിക്കുവാനും ഇവിടെ പ്രതാപവും പദവിയും ഉള്ളവനായി തീരുകയും ഇവിടെ എല്ലാവരാലും അറിയപ്പെടുന്നവനായി തീരുകയും ചെയ്യാൻ ഏതെല്ലാം കുറുക്കു വഴികളുണ്ടോ ആ കുറുക്കു വഴികളിലൂടെയൊക്കെയും കടന്നു ചെന്ന് വിയർപ്പ് പൊട്ടാതെ പണം സമ്പാദിക്കാനും വിയർപ്പ് പൊട്ടിയിട്ട് പണം സമ്പാദിക്കാനും ഒക്കെയുള്ള നെട്ടോട്ടത്തിൽ മനുഷ്യരോടുകയാണ്. അവിടെ നമുക്ക് നഷ്ടമായത് ഈ ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ രക്തബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും നിലനിൽപ്പും അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹവുമാണ് എന്ന് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തേക്ക് പരീക്ഷണാർത്ഥം പറഞ്ഞയച്ച ഈ മനുഷ്യൻ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിതം നയിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവന്റെ ജീവിതം ഈ ലോകം കൊണ്ടവൻ തൃപ്തിപ്പെട്ടു എന്നതാണ്. എനിക്ക് ഈ ലോകത്തെ ജീവിതം തന്നെ മതിയായതാണ്, ഇതിനപ്പുറമുള്ളൊരു ലോകം ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ച് ബേജാറാകുവാൻ ഞാൻ ഈ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ സംഘത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മാന്യ സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഈ ജീവൻ എവിടെ വെച്ച് എങ്ങനെ ഏതൊരു സമയത്ത് അവൻ തിരിച്ചെടുക്കുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത അതിവിദഗ്ധനായ ഡോക്ടർക്ക് പോലും, അയാൾ എവിടെ തന്നെ പോയി ബിരുദം നേടിയവനായിരുന്നാലും അദ്ദേഹത്തിന് പോലും സാധ്യമല്ല അയാളുടെ മരണം, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ മരണം, കുട്ടികളുടെ മരണം, മാതാപിതാക്കളുടെ മരണം എപ്പോൾ സംഭവിക്കുമെന്ന് പറയുവാൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അദ്ദേഹം എപ്പോൾ മരണപ്പെടുമെന്ന വിവരം നേരത്തെ അല്ലാഹു കൊടുത്തിട്ടില്ല. ഒരാൾക്കും അറിഞ്ഞുകൂടാ നാളെ എന്ത് സംഭവിക്കുമെന്ന്. എങ്ങനെയാണ് നമ്മൾ പരലോകത്തെ നിഷേധിക്കുക? എങ്ങനെയാണ് ഇഹലോക ജീവിതത്തിന്റെ കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നാളെ പരലോകത്തെ കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുക? നിങ്ങൾ കാണുന്നില്ലേ, ഓരോ ദിവസത്തിലും നമ്മൾ കണക്ക് കൂട്ടുന്ന പല കണക്കുകളും തെറ്റിച്ചുകൊണ്ട് വാർത്തകളും അനുഭവങ്ങളും നമുക്കില്ലേ? സ്വന്തം മകളുടെ വിവാഹത്തിന്റെ പന്തലിൽ ഇരുന്ന് കുഴഞ്ഞു വീണു മരിച്ച പിതാവിന്റെ ചിത്രം എത്ര തവണ നമ്മുടെ പത്രങ്ങളിൽ വന്നു? തലേ ദിവസം കല്യാണത്തിന്റെ ഒരുക്കങ്ങളിൽ ഓടിച്ചാടി നടക്കവേ പുതുമാരൻ മയ്യിത്തായി എന്ന് പറയുന്ന എത്ര വാർത്തകളാണ് പത്രത്താളുകളിൽ നമ്മൾ വായിച്ചു വിട്ടത്? പുതുമാരനും പുതുനാരിയും കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ കാർ അപകടത്തിൽപ്പെട്ട് രണ്ടുപേരും തൽക്ഷണം മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടില്ലേ? പിഞ്ചു കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിൽ, മാതാക്കളുടെ ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചിട്ടില്ലേ? നമുക്കാർക്കെങ്കിലും അതിന്റെ പിന്നിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ പിഞ്ചോമന പൈതൽ കിടന്ന് ചക്രശ്വാസം വലിച്ചപ്പോൾ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുമായിരുന്നില്ലേ? എൻ്റെ മാന്യ സഹോദരങ്ങളും സഹോദരിമാരും മാതാക്കളും അത്തരം ഒരു മരണത്തെ മുന്നിൽ കാണുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഐഹിക ജീവിതത്തിൻ്റെ പളപളപ്പ് കണ്ട് അതിലങ്ങോട്ട് ഇഴുകിച്ചേർന്ന് ജീവിതം എന്ന് പറയുന്നത് എൻ്റെ തമ്പുരാന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുവാനുള്ളതാണ് എന്ന ചിന്ത വിട്ടുകൊണ്ട് നമ്മുടെ യുവ സുഹൃത്തുക്കൾ പോകുന്നത് കാണുമ്പോൾ ഞാനൊരു വേള കവിയുടെ ആ കവിത ചിന്തിക്കാറുണ്ട്. ويصبح آمنا وقد نسجت أكفانه وهو لا يدري. എത്ര യുവാക്കൾ, എത്ര യുവതികൾ അവരുടെ കഫൻ പുടവ അവർ കേറിയ തുണിക്കടയിൽ നെയ്യപ്പെട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അവർക്കുള്ള കഫൻ പുടവ അവരെ നോക്കി ചിരിക്കവേ തൊട്ടിപ്പുറത്തു നിന്ന് ജീൻസിന്റെ പാൻറ്റും ചുരിദാറിന്റെ തുണിയും ഷാളിന്റെ വിലയും ഒക്കെ ചോദിക്കുന്ന ഈ മനുഷ്യൻ അവൻ അറിയുന്നില്ലല്ലോ അവന്റെ കഫൻ പുടവ അവനു വേണ്ടി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന